മിഡിൽ ഈസ്റ്റിൽ കനലുകൾ വീണ്ടും മാളി പടർന്നുകൊണ്ട് റീജിയണൽ യുദ്ധത്തിന്റെ ഭീതി കൊടുമുടിയിലെത്തിക്കുന്ന വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാന്റെ ആഭ്യന്തര സൈനിക താവളങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ഗൾഫ് മേഖലയിലുടനീളമുള്ള US സൈനിക ആസ്തികൾ ലക്ഷ്യമാക്കി ഇറാൻ വൻതോതിലുള്ള സൈനികാക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. മേഖലയിലെ പ്രബല ശക്തികളായ ഇറാനും അമേരിക്കയും നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഈ പുതിയ നീക്കങ്ങൾ നൽകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്ന് ഇറാനിലെ സൈനിക ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ US വ്യോമസേന നടത്തിയ വിനാശകരമായ ആക്രമണങ്ങളാണ് നിലവിലെ അടിയന്തര സാഹചര്യങ്ങൾക്ക് വഴിമരുന്നിട്ടത്. തങ്ങളുടെ പരമാധികാരത്തിന് മേൽ അമേരിക്ക നടത്തിയ കടന്നുകയറ്റത്തിന് അർഹമായ മറുപടി നൽകുമെന്ന് ഇറാൻ ഭരണകൂടം തൊട്ടു പിന്നാലെ പ്രഖ്യാപിച്ചിരുന്നു. ആ മുന്നറിയിപ്പ് വെറും വാക്കല്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കൻ സൈന്യത്തിന് നേരെയുണ്ടായ ആക്രമണ പരമ്പരകൾ. ഇറാന്റെ പരമോന്നത സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഈ പ്രത്യാക്രമണങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയെ വെല്ലുവിളിച്ച ശത്രുവിനുള്ള തക്കതായ മറുപടിയാണ് ഇതെന്നാണ് IRGC പ്രസ്താവിച്ചത്. അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യമിട്ട് നൂറുകണക്കിന് ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളുമാണ് ഇറാൻ അതിർത്തികളിൽ നിന്നും കുതിച്ചുയർന്നത്. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നീ രാജ്യങ്ങളിൽ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന US സൈനിക താവളങ്ങളെയാണ് ഇറാൻ ഒരേ സമയം ലക്ഷ്യമിട്ടത്. അതിർത്തികൾ ഭേദിച്ച് പാഞ്ഞെത്തിയ ഇറാന്റെ മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളും US ക്യാമ്പുകളിൽ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കി. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ താവളങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ പോലും വെല്ലുവിളിച്ചായിരുന്നു ഇറാന്റെ ഈ കടന്നാക്രമണം. കുവൈറ്റിലെ തന്ത്രപ്രധാനമായ അലി അൽ സലൈം, അഹമ്മദ് അൽ ജാബർ എന്നീ വ്യോമസേനാ താവളങ്ങൾക്ക് നേരെയാണ് അതിശക്തമായ ആക്രമണമുണ്ടായത്. അമേരിക്കൻ യുദ്ധവിമാനങ്ങളും വലിയ തോതിലുള്ള സൈനിക സന്നാഹങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളാണിവ. ഇറാന്റെ മിസൈലുകൾ ഈ താവളങ്ങളെ ലക്ഷ്യമാക്കി വരുന്നു എന്ന വിവരത്തെ തുടർന്ന് കുവൈറ്റിൽ വൻ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിപ്പിച്ചത്. ആക്രമണത്തിന്റെ തീവ്രത കണക്കിലെടുത്ത് കുവൈറ്റ് സർക്കാർ തങ്ങളുടെ വ്യോമാതിർത്തി താൽക്കാലികമായി പൂർണ്ണമായും അടച്ചിട്ടു. സിവിൽ വിമാന സർവീസുകൾ നിർത്തിവെക്കുകയും ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങളെ സുരക്ഷിത താവളങ്ങളിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു. മിസൈലുകൾ തങ്ങളുടെ മുകളിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് പൗരന്മാരുടെ സുരക്ഷ മുൻനിർത്തി കുവൈറ്റ് അടിയന്തര നടപടി സ്വീകരിച്ചത്. മറ്റൊരു പ്രധാന US താവളമായ ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ എയർബേസിന് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. US 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം തന്ത്രപരമായി ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ആക്രമണത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടയുടൻ തന്നെ ബഹ്റൈൻ ഭരണകൂടം രാജ്യത്തുടനീളം വ്യോമാക്രമണ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിപ്പിച്ചു. ബഹ്റൈനിലെ ജനവാസ മേഖലകളിലും സൈനിക ക്യാമ്പുകളിലും സൈറണുകൾ മുഴങ്ങിയതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി. അമേരിക്കൻ സൈന്യം തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ പേട്രിയറ്റ് മിസൈലുകൾ സജീവമാക്കിയെങ്കിലും ഇറാന്റെ ഡ്രോൺ കൂട്ടങ്ങളെ പൂർണ്ണമായി തടയാൻ കഴിഞ്ഞില്ലെന്നാണ് പുറത്തുവരുന്ന പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വലിയ സ്ഫോടന ശബ്ദങ്ങളാണ് ഈ മേഖലയിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞത്. ഇതോടൊപ്പം തന്നെ ജോർദാനിലെ മുഫാഹദ് സാൽത്തി എയർബേസിന് നേരെയും ഡ്രോൺ മിസൈൽ വർഷമുണ്ടായി. സിറിയൻ ഇറാഖ് അതിർത്തികളോട് ചേർന്നു കിടക്കുന്ന ഈ താവളം മേഖലയിലെ അമേരിക്കൻ ഇന്റലിജൻസ് പ്രവർത്തനങ്ങളുടെയും വ്യോമാക്രമണങ്ങളുടെയും പ്രധാന കേന്ദ്രമാണ്. ഇവിടെയുണ്ടായ ആക്രമണം ജോർദാന്റെ സുരക്ഷയെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ എടുത്ത കടുത്ത നടപടികളാണ് ഈ പരസ്യമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. ഇറാന്റെ സൈനിക ശേഷിയെയും ആണവ നിലയങ്ങളെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക നടത്തിയ നീക്കങ്ങൾക്ക് ഇത്രയും വലിയൊരു തിരിച്ചടി വൈറ്റ് ഹൌസ് പ്രതീക്ഷിച്ചിരുന്നില്ല. ട്രംപിന്റെ കൽപ്പന പ്രകാരം നടന്ന സൈനിക നടപടിക്ക് മിഡിൽ ഈസ്റ്റ് വലിയ വില നൽകേണ്ടി വരുമെന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത്. ഇറാന്റെ ഈ കടുത്ത പ്രത്യാക്രമണം മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷികളായ മറ്റ് അറബ് രാജ്യങ്ങളെയും കടുത്ത ആശങ്കയിലായിട്ടുണ്ട്. തങ്ങളുടെ മണ്ണിലുള്ള അമേരിക്കൻ താവളങ്ങൾ ഉപയോഗിച്ചാണ് US ഇറാനെതിരെ നീങ്ങുന്നതെങ്കിൽ ആ രാജ്യങ്ങളും ഇറാന്റെ ലക്ഷ്യപട്ടികയിൽ വരുമെന്ന ഭീഷണി നിലനിൽക്കുന്നു. ഇത് മേഖലയിലെ നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ വീഴ്ത്താൻ സാധ്യതയുണ്ട്. സൈനിക ആക്രമണങ്ങൾക്ക് പുറമെ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ പോന്ന മറ്റൊരു ഭീഷണി കൂടി ഇറാൻ മുന്നോട്ട് വെച്ചു. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജലപാതയായ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ആഗോള എണ്ണ വിപണിയുടെ ജീവനാഡിയായ ഈ പാതയടഞ്ഞാൽ അത് ലോകമെമ്പാടും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകും.
ഹോർമസ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചാൽ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുകയും വികസ്വര രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള കടുത്ത ഇന്ധനക്ഷാമത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. അമേരിക്കയെ സാമ്പത്തികമായി തളർത്തുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇറാൻ ഈ നീക്കത്തിന് മുതിരുന്നത്. എന്നാൽ ഇത് ആഗോളതലത്തിൽ വലിയൊരു യുദ്ധപ്രഖ്യാപനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇതൊരു താൽക്കാലിക സംഘർഷമായി അവസാനിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഐക്യരാഷ്ട്രസഭയും വിവിധ ലോകരാജ്യങ്ങളും ഇരുവിഭാഗത്തോടും സമാധാനം പാലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും യുദ്ധക്കളത്തിൽ നിന്നും പിന്മാറാൻ ഇരുപക്ഷവും തയ്യാറല്ല. അമേരിക്ക തങ്ങളുടെ താവളങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിന് അതിശക്തമായി പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീതിയാണ് പശ്ചിമേഷ്യയിൽ വിതയ്ക്കുന്നത്. വരും മണിക്കൂറുകളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സൈനിക നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും മിഡിൽ ഈസ്റ്റിന്റെ ഭാവി. വൻ ശക്തികൾ നേർക്കുനേർ പോരാടുന്ന ഈ യുദ്ധം ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്.